നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ 9th-ലെയും 10th-ലെയും ഇന്റേണൽ മാർക്സ് അല്ലെങ്കിൽ ഇന്റേണൽ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞ ഒരു കുട്ടിക്ക് മാത്രമേ 10th-ലെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നുള്ളൂ. യു നോ ദാറ്റ് റൈറ്റ്? ഇതിന് നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് ഇനിയും സമയമുണ്ട്, ഒരുപാട് സമയമുണ്ടല്ലോ പഠിക്കാൻ, ഇപ്പോഴൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ഇത് നമ്മൾ എപ്പോഴാണ് റിയലൈസ് ചെയ്യാന്നറിയോ? 10th ക്ലാസ്സിൽ നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് വരുന്ന സമയത്ത് എൻ്റെ തലേ ദിവസം നിങ്ങൾ ഇരിക്കും, അയ്യോ എനിക്ക് സമയമില്ലല്ലോ, എൻ്റെ സമയം മൊത്തം പോയല്ലോ, ഇനി ഞാൻ എവിടുന്ന് പഠിക്കും? നിങ്ങൾ എഴുതി വെച്ചോ. ഇന്നു മുതൽ പഠിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ തുടങ്ങാത്ത, ഇതുവരെ യാതൊരു സീരിയസ്നെസ്സും വരാത്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് ഷീറ്റ് വരുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ ആലോചിക്കാൻ പോകുന്ന ഒരു കാര്യമാണിത്. ഞാൻ നേരത്തെ തുടങ്ങിയില്ലല്ലോ, നേരത്തെ പഠിച്ചില്ലല്ലോ, എനിക്ക് എന്തുകൊണ്ട് നേരത്തെ പഠിക്കാൻ തോന്നിയില്ല, എൻ്റെ ദൈവമേ, എൻ്റെ റിസൾട്ട് ഇനി എന്തായിട്ട് മാറും എന്ന് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് ഒരു ദൈവവും നിങ്ങളെ വിളി കേൾക്കാൻ പോകുന്നില്ല. കാരണം ദൈവം അല്ലെങ്കിൽ പടച്ചവനാണെങ്കിലും നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവം നിങ്ങൾക്ക് ഒരുപാട് ചാൻസുകൾ തരും, ഒരുപാട് അവസരങ്ങൾ തരും. നമുക്ക് ഒരുപാട് എന്ത് തരുവാടാ, പിടിച്ചു കയറാൻ അല്ലെങ്കിൽ നമുക്കൊന്ന് ഞെളിഞ്ഞു നിൽക്കാനുള്ള രീതിയിലുള്ള അവസരങ്ങൾ, കറക്ഷനിലുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് ദൈവം അങ്ങോട്ട് ഇട്ട് തരും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചേരും. പക്ഷെ നമ്മളിതൊന്നും ചെയ്യൂല. ഒരുപാട് രീതിയിൽ ഇപ്പൊ മിസ് പറയുന്ന സമയത്ത് മിസ് എന്തിനാ വീഡിയോ ചെയ്യുന്നത്? മക്കളെ പഠിക്കണം, ഇന്ന് മുതൽ പഠിക്കണം. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇപ്പൊ ക്ലാസ്സസ് തുടങ്ങി ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളായിട്ടും നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു? എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട്? എത്ര ചാപ്റ്റേഴ്സ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്? എത്ര ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ ഏത് കാലം പഠിച്ചു തീർക്കുന്ന നിങ്ങളുടെ വിചാരം? എന്ത് പഠിച്ച് തീർക്കുന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? നമ്മൾ ടൈം വെക്കും, നാളെ മറ്റന്നാളെ ഇങ്ങനെ പോകും. ഈ നാളെ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാവാറില്ല. കാരണം ഓരോ ദിവസവും നമുക്ക് വരുന്നത് എന്താണ്? ഒരുപാട് സിലബസ് വീണ്ടും പഠിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ബാക്ക്ലോഗ്സും കൂടെ കണ്ടിന്യൂ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മളിത് കൊണ്ട് പറ്റൂലെന്ന്. ഇല്ലേ? ഇതന്നെ സംഭവിക്കാൻ പോകുന്നത്. ഈ ബാക്ക്ലോഗ്സ് നമ്മൾ കൂട്ടി വെച്ച് ഒരു മല പോലെ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, സ്കൂൾ തുടങ്ങിയിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ. സ്റ്റിൽ ഇപ്പൊ തന്നെ നമ്മുടെ മുന്നിൽ കിടക്കുന്നത് വലിയൊരു മല കണക്കിന് ചാപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സിലബസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു 4-5 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. എൻ്റെ മക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതൊരിക്കലും നിങ്ങളൊരു തമാശയായിട്ട് കാണരുത്. നിങ്ങളുടെ അക്കാഡമിക് ഇയേഴ്സ് ആണ് ഈ കടന്നു പോകുന്നത്. ഈ അക്കാഡമിക് ഇയേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ 10th-ലെ മാർക്ക് ഉണ്ടല്ലോ, 10th-ലെ എക്സാം കഴിഞ്ഞ് പബ്ലിക് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഉണ്ടല്ലോ, ദാറ്റ് ഡിറ്റർമൈൻസ് ഹു യു ആർ. That determines how hard you worked. That determines how great mind you have, അല്ലെങ്കിൽ a great mindset you have. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മുന്നിൽ വന്ന ഒരു ചാലഞ്ചിനെ ഫേസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, എത്രത്തോളം പണിയെടുത്തിട്ടുണ്ട്, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് റിവീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആ 10th-ലെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ടാവണം. പക്ഷേ അതിന് വെറുതെ നടന്നാൽ പറ്റൂല. സ്റ്റാർട്ട് ടുഡേ, ദിസ് സെക്കൻഡ്. നിങ്ങൾ എല്ലാ ദിവസവും വിചാരിക്കും, ഇപ്പൊ ഈ വീഡിയോ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കും ഓക്കെ നാളെ തുടങ്ങാം. ഇല്ല, സ്റ്റാർട്ട് ടുഡേ. ഇന്ന് ഈ നിമിഷം മുതലായിരിക്കണം നിങ്ങളിത് തുടങ്ങേണ്ടത്. ജസ്റ്റ് ചേഞ്ച് യുവർ ഫെയ്റ്റ്. നിങ്ങൾക്ക് വരാനിരിക്കുന്ന, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഉഴപ്പി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് നിങ്ങൾ മാറ്റി എഴുതണം. ആ റിസൾട്ടിനെ മാറ്റി എഴുതണം എന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം, ആ ലെവലിൽ നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടാകണം. നമ്മളുടെ ഈ മുന്നിൽ ഈ ഒരു കുറച്ച് സമയം നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ അത് ആലോചിച്ചിങ്ങനെ സന്തോഷിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഭാവിയിൽ ഒരു ഗതിയും ഇല്ലാതെ വിധിയും ഇല്ലാതെ മറ്റുള്ളവരൊക്കെ നല്ല നിലയിൽ എത്തുന്ന സമയത്ത്, മറ്റുള്ളവരൊക്കെ നല്ല മാർക്കുകൾ വാങ്ങി നല്ല നിലയിലെത്തി, നല്ല എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, എനിക്കും അവനെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കും അവളെ പോലെ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ എന്തേ പഠിച്ചില്ല, എനിക്ക് എന്റെ സമയമില്ല. എല്ലാവർക്കും ഒരേ സമയം അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്നതും 24 hours, ടോപ്പേഴ്സ് ആവുന്ന കുട്ടികൾക്കും കിട്ടുന്നത് 24 hours. അവർക്ക് എന്തെങ്കിലും ദിവ്യശക്തി ഉണ്ടോ? ഇല്ല. They hard work for their results. അവരുടെ എക്സാമിന് വേണ്ടി, അവരുടെ അക്കാഡമിക് എക്സലൻസിന് വേണ്ടി അവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അത് അവരുടെ റിസൾട്ട്സ് സംസാരിക്കുന്നുണ്ട്, ഇല്ലേ? അതേപോലെ നമുക്ക് വേണ്ടി നമ്മളുടെ റിസൾട്ട്സ് സംസാരിക്കണം. നത്തിങ് എൽസ് വിൽ ബി സീൻ. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, ഏത് ലെവലിലായിരുന്നു, ഇതൊന്നും നമുക്ക് എവിടെ ഉണ്ടാവില്ല. ഓൺലി യുവർ റിസൾട്ട്സ് വിൽ സ്പീക്ക് അബൌട്ട് യു. സോ ദ തിങ് ഈസ് ഹാർഡ് വർക്ക് ഫോർ യുവർ റിസൾട്ട്സ്. നിങ്ങളുടെ റിസൾട്ട്സിന് വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റാവുന്നത്, മിസ് പറയുന്നത് എല്ലാവരും ഫുൾ A1 വാങ്ങണം ആ ലെവലിലല്ല, പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ലെവലുണ്ട് നമ്മളുടെയൊക്കെ. ആ മാക്സിമം ലെവലിൽ നിങ്ങൾ പുൾ ഔട്ട് ചെയ്യുക. അതിൽ എന്താണോ കിട്ടുന്നത്, ദാറ്റ് വിൽ ബി യുവർ ബെസ്റ്റ് ആൻഡ് യു വിൽ ബി ദ ബെസ്റ്റ്.
മനസ്സിലായോ? നിങ്ങൾ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഏതൊരു കുട്ടിക്കും എന്ത് ചെയ്യാണ് ഈ പറയുന്ന ഫുൾ A1 വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ബട്ട് the thing is, you have to work for it. You should have a mindset towards it. You should have a strong willpower towards it. ഞാനത് വാങ്ങിച്ചിരിക്കും, ഞാൻ നേടിയെടുത്തിരിക്കും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അർജന്റീനയുടെ മാച്ച് അല്ലെ, ഇംഗ്ലണ്ടുമായിട്ടുള്ള മാച്ച്, ഞങ്ങൾ ജയിച്ചിട്ടേ പോകൂ എന്നുള്ള വാശിയിലാണ് അവർ അവസാനത്തെ അരമണിക്കൂർ അവർ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അത് വാങ്ങിച്ചെടുക്കും ഞാൻ 95% വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങും. അത് വാങ്ങാനുള്ള പണി ഞാൻ എടുത്തിരിക്കും എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണോടാ, പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. സോ ആ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട്സ് ആവശ്യമുണ്ടോ, എവറിത്തിങ് വിൽ ബി ഹിയർ ഇൻ ദിസ് ചാനൽ. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ലൈവ് ക്ലാസ്സസ്, ക്വസ്റ്റ്യൻസ്, സ്റ്റഡി ടിപ്സ്, ട്രിക്സ്, അതേപോലെ തന്നെ മോട്ടിവേഷൻ, വാട്ട് എവർ യു വാണ്ട് ഫോർ യുവർ അക്കാഡമിക് എക്സലൻസ്, എവറിത്തിങ് വിൽ ബി ഹിയർ. നിങ്ങളൊരു 10,000 വെബ്സൈറ്റിൽ പരതുന്ന കംപ്ലീറ്റ് ഡേറ്റയും ഈ ഒരൊറ്റ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. വെറുതെ പറയുന്നതല്ല. ജസ്റ്റ് ഫോളോ us. നമ്മുടെ ചാനൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ്, നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള വർക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട്സ് വരുന്നുണ്ട് അവറാച്ച. നിങ്ങളുടെ റിസൾട്ട്സ് നിങ്ങളെ നോക്കി എന്ത് ചെയ്യും, സന്തോഷത്തോടെ ചിരിക്കും, നിങ്ങളോട് നന്ദി പറയും. നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇയേഴ്സ് മൊത്തം നിങ്ങളോട് നന്ദി പറയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ റിസൾട്ട്സ് ഞങ്ങൾ മാറ്റിത്തരും. ആ ലെവലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവും. സോ ഫോളോ us, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതേപോലെ നമ്മുടെ 10th CBSE കുട്ടികൾക്കും 9th CBSE കുട്ടികൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാച്ചസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് അടിപൊളി ക്ലാസ്സസ് ആണ് നമ്മൾ തരുന്നതും. നിങ്ങൾ ഏതെങ്കിലും കുട്ടികളെ നമ്മുടെ ബാച്ചിൽ നിന്ന് എൻ്റർ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയ ഒരുപാട് കുട്ടികളുണ്ടായി. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റീസ് എന്താണെന്നുള്ളത്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ താഴെ മിസ് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇനി അങ്ങോട്ട് we'll be together. We'll have a dangerous comeback.